ഹായ് നമസ്കാരം. എല്ലാവർക്കും നാച്ചുറൽ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ജയേഷൻ നാവായിക്കലും. അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ പി എസ് സി എന്നാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും മറ്റു മേഖലകളിൽ നിന്നുള്ള നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. സോ മാക്സിമം കുട്ടികളെല്ലാവരും, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഫ്രണ്ട്സുകളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ചാനലൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടി ഈ കണ്ടൻറ്റുകൾ വളരെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. സോ കൂടെ നിൽക്കുക. നമുക്കെന്തായാലും ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കിടക്കാം. മക്കളെ, ഇവിടെ നോക്കിക്കേ, അപ്പോയിൻമെൻറ്റ്സുകളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോയിൻമെൻറ്റ്സുകൾ നമുക്കറിയാം. ഒരു പി എസ് സി എക്സാമിൻ്റെ ഒരു ചോദ്യ പേപ്പർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു എക്സാമിന് തന്നെ 2 മുതൽ 3 വരെ ചില ചോദ്യങ്ങൾ അപ്പോയിൻമെൻറ്റ്സിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കെന്തായാലും ഫസ്റ്റ് കണ്ടൻറ്റിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കേ, നിലവിൽ കേരളത്തിൻ്റെ ഗവർണർ ആര്? നിലവിലെ കേരളത്തിൻ്റെ ഗവർണർ 23ാമത്തെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. നിലവിൽ കേരളത്തിൻ്റെ ഗവർണർ ആരാടാ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പലപ്പോഴും കഴിഞ്ഞ തവണ നമ്മുടെ ഇദ്ദേഹത്തിന് മുന്നേ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് മുന്നേ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ ആയിരുന്ന സമയത്ത് കാലഘട്ടങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം കേരളത്തിൻ്റെ എത്രാമത്തെ ഗവർണറായിരുന്നു? അദ്ദേഹം കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറായിരുന്നു. നിലവിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 23ാമത്തെ കേരളത്തിൻ്റെ ഗവർണറാണ്. ക്ലിയർ ആണല്ലോ. കൂടാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വദേശം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ എക്സാമിന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സ്വദേശം ചോദിക്കില്ല. അത് 100% നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരികയാണ്. ഇനി ചോദിക്കുന്നെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൻ്റെ സ്വദേശം ഏത്? അദ്ദേഹം ഗോവ സ്വദേശിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ക്ലിയർ ആണല്ലോ. വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സ്റ്റേറ്റിൻ്റെ ഗവർണറാണ്? മക്കളെ, ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ബീഹാറിൻ്റെ ഗവർണറാണ് എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നേരെ നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ അല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം, കണ്ണൂരുള്ള ധർമ്മടം. ഇനി നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ. അദ്ദേഹത്തിൻ്റെ പേര് നിതിൻ മധുകർ ജാംദാർ എന്നാണ്. ഇനി ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ഉണ്ടല്ലേ മക്കളെ. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്നതാണെങ്കിൽ 2013. സോ ആ ഒരു ലോകായുക്തയുടെ, കേരളത്തിലെ ലോകായുക്തയുടെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അനിൽകുമാർ എന്നാണ്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ എ ഷാജഹാൻ. കേട്ടോ, എ ഷാജഹാൻ. കൂടാതെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും എ ഷാജഹാൻ തന്നെയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ, നമ്മുടെ കേരളത്തിൻ്റെ നിലവിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എ ഷാജഹാൻ. നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും എ ഷാജഹാൻ. എങ്കിൽ നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണെങ്കിൽ രത്തൻ യു കേൽക്കർ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് രത്തൻ യു കേൽക്കർ എന്നാണ്. കേട്ടോ, പലപ്പോഴും പി എസ് സി നിരന്തരം ചോദിക്കുന്ന 2 അപ്പോയിൻമെൻറ്റുകൾ. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ. കൂടാതെ കേരളത്തിൻ്റെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണെങ്കിൽ രത്തൻ യു കേൽക്കർ ആണ്. ഇനി നമ്മുടെ കേരള പി എസ് സി, നമ്മുടെ പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ MR ബൈജു ആണ്. അദ്ദേഹത്തിൻ്റെ പേര് MR ബൈജു. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആണെങ്കിൽ യു ഷറഫ് അലി. അദ്ദേഹത്തിൻ്റെ പേരെന്താ? യു ഷറഫ് അലി എന്നാണ്. യു ഷറഫ് അലിയാണ് നിലവിലെ പ്രസിഡന്റ് ഓഫ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ധനകാര്യ കമ്മീഷനിലോട്ട് വരാം. കേരളത്തിൽ നിലവിൽ 7ാമത്തെ ധനകാര്യ കമ്മീഷണറാണ്. അദ്ദേഹത്തിൻ്റെ പേരാണെങ്കിൽ KN ഹരിലാൽ എന്നാണ്. കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് KN ഹരിലാൽ എന്നാണ്. ക്ലിയർ. ഇനി നമ്മുടെ ഈ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആണെങ്കിൽ, കേരളത്തിൻ്റെ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ പേരാണെങ്കിൽ പി സതീദേവി. കേട്ടോ, മറന്നു പോരുത്, പി സതീദേവി എന്നാണ്.
ഇനി നമ്മുടെ കേരളത്തിൻ്റെ ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ചെയർമാനാണെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്നാണ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കണ്ടന്റുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് കേരളത്തിൻ്റെ ഗവർണർ ആണെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, അദ്ദേഹം കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണർ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ആണെങ്കിൽ ഗോവയാണ്. കൂടാതെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ ഏത് സ്റ്റേറ്റിൻ്റെ ഗവർണറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ നിലവിലെ ഗവർണറാണ്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ നിതിൻ മധുകർ ജാംതാറാണ്. ഇനി കേരള ലോകായുക്തയാണെങ്കിൽ അനിൽകുമാറാണ്. അതിനുശേഷം പറഞ്ഞതാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണെങ്കിൽ രത്തൻ യു കേൽക്കറാണ്. നിലവിൽ നമ്മുടെ കേരള PSCയുടെ ചെയർമാൻ ആണെങ്കിൽ MR ബൈജു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫ് അലി. കൂടാതെ നിലവിലെ കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ 7ാമത്തെ ധനകാര്യ കമ്മീഷൻ, അദ്ദേഹത്തിൻ്റെ പേര് KN ഹരിലാൽ എന്നാണ് കേട്ടോ, KN ഹരിലാൽ. കൂടാതെ നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണെങ്കിൽ B സതീദേവി. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ കേരളത്തിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതായിട്ട് ഇവിടെ നോക്കിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണെങ്കിൽ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആണെങ്കിൽ VK രാമചന്ദ്രൻ എന്നാണ് കേട്ടോ. നമുക്കറിയാം ഈ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എല്ലായ്പ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും. നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ കേരള പ്ലാനിംഗ് ബോർഡ് രൂപീകൃതമായിരിക്കുന്ന വർഷം 1967 കേട്ടോ, 1967. ഇനി കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ A ജയതിലക്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ A ജയതിലക് എന്നാണ്. ഇനി നമ്മുടെ കേരള പോലീസിൻ്റെ മേധാവി അല്ലെങ്കിൽ DGP ആണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണ്. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ K സച്ചിദാനന്ദൻ. മറന്നു പോരുതേ, നമ്മുടെ ഈ K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, അദ്ദേഹത്തിൻ്റെ പേര് മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പേര് OS ഉണ്ണികൃഷ്ണൻ എന്നാണ്. ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചിരോത്ത് കേട്ടോ. ലളിതയുടെ മുരളി എന്ന് ഒന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ മുരളി ചീരോത്ത്, അദ്ദേഹത്തിൻ്റെ പേര് മുരളി ചീരോത്ത് എന്നാണ്. സോ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ. കേരള ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ഡോക്ടർ A ജയതിലക്. നമ്മുടെ കേരള പോലീസിൻ്റെ നിലവിലെ DGP ആണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണെങ്കിൽ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആണെങ്കിൽ മുരളി ചീരോത്ത്. ഇനി അടുത്തതായിട്ട് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണെങ്കിൽ പ്രേം കുമാർ ആണ് കേട്ടോ. നമുക്കറിയാം ഒരു സിനിമ പോലും ഡയറക്റ്റ് ചെയ്യാതെ ഈ പോസ്റ്റിലോട്ട് എത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രേം കുമാർ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ പ്രേം കുമാറാണ്. ഇനി കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരള പ്ലാനിംഗ് ബോർഡ് ഇത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇനി നോക്കുകയാണെങ്കിൽ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ, നമുക്കറിയാം അദ്ദേഹം റീസെൻ്റ്ലിയാണ് അന്തരിച്ചിരിക്കുന്നത്, ഷാജി N കരുൺ. അത് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ഇനി നോക്കാനുള്ളത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിലവിലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ മക്കളെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിലവിലെ CEO ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ K നായർ എന്നാണ് കേട്ടോ. ശ്രീകുമാർ K നായരാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ അല്ലെങ്കിൽ വിസിലിൻ്റെ നിലവിലെ മേധാവി. ഈ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണെങ്കിൽ 2024 മെയ് 2 വേറൊരു ക്ലാസ്സിൽ ഞാൻ ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റുകളൊക്കെ വേറൊരു ക്ലാസ്സിൽ ഞാൻ തരാം. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണെങ്കിൽ 2024 മെയ് 2 ഇനി ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ ദിവ്യ S അയ്യർ ആണ് കേട്ടോ. അവരുടെ പേര് ദിവ്യ S IAS എന്നാണ്. നിലവിൽ ഈ നമ്മുടെ കേരള ബാങ്കിൻ്റെ നിലവിലെ CEO അത് ജോർട്ടി M ചാക്കോ, അദ്ദേഹത്തിൻ്റെ പേര് ജോർട്ടി M ചാക്കോ എന്നാണ്.
ഇനി കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഗോപി കോട്ടമുറിക്കൽ. രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. കേരള ബാങ്കിൻ്റെ CEO ആണ് ജോട്ടി എം ചാക്കോ. കൂടാതെ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ടമുറിക്കൽ. ഈ കേരള ബാങ്ക് രൂപീകൃതമായിരിക്കുന്നതാണെങ്കിൽ 2019 നവംബർ 29 എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള കേരള റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സുകൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ റിലേറ്റഡ് അപ്പോയിൻമെൻറ്റുകളാണ്. ഇവിടെ ഏറെ കൂടുതൽ കണ്ടൻറ്റുകൾ നമുക്ക് പറയാനുണ്ട്. സോ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, കൂടെ തന്നെ പറഞ്ഞ് പഠിക്കുവാൻ കൂടി ശ്രമിക്കുക. ഇനി നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദ്രൗപദി മുർമു ആണ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എന്താ പ്രത്യേകത? അതായത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവിൻ്റെ സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയാണ് അവരുടെ നേറ്റീവ്. സന്താലി ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ് ദ്രൗപദി മുർമു. ഇനി വൈസ് പ്രസിഡന്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ജഗ്ദീപ് ധങ്കർ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ജഗ്ദീപ് ധങ്കർ ആണ്. ഇനി ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആര്? സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ജസ്റ്റിസ് BR ഗവായി. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹം സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ ആണെങ്കിൽ ഓം ബിർള. അതിനു മുന്നേ എനിക്ക് BR ഗവായിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് അദ്ദേഹം ബുദ്ധമത വിശ്വാസിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി കേട്ടോ. അതുപോലെ തന്നെ ഈ ദളിത് വിഭാഗക്കാരനായിട്ടുള്ള സുപ്രീം കോടതിയിലെ 2ാമത്തെ ചീഫ് ജസ്റ്റിസ്, ദളിത് വിഭാഗക്കാരനായിട്ടുള്ള സുപ്രീം കോടതിയുടെ 2ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചോദ്യം തരാം. ഇതിന് ആൻസർ നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാവുള്ളത്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുള്ളത്. ദളിത് വിഭാഗക്കാരനായിട്ടുള്ള സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഒരു അസൈൻമെൻറ്റ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണെങ്കിൽ ലോക്സഭയുടെ സ്പീക്കർ ആണെങ്കിൽ ഓം ബിർളയാണ്. ലോക്സഭയുടെ നിലവിലെ സ്പീക്കർ ഓം ബിർള കേട്ടോ. ഓം ബിർളയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോട്ടയാണ് കേട്ടോ. രാജസ്ഥാനിലെ കോട്ടയാണ്. നിലവിൽ 18th ലോക്സഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 17ാം ലോക്സഭയിലെയും കൂടാതെ നിലവിലെ 18ാമത്തെ ലോക്സഭയിലും തുടർച്ചയായിട്ട് 2ാമത്തെ തവണയാണ് ഇദ്ദേഹം സ്പീക്കറായിരിക്കുന്നത്. തുടർച്ചയായിട്ട് 2ാമത്തെ തവണയും സ്പീക്കറാകുന്ന എത്രാമത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ 2ാമത്തെ വ്യക്തിയാണ്. ബൽറാം ജക്കറിന് ശേഷം തുടർച്ചയായിട്ട് സ്പീക്കറാകുന്ന 2ാമത്തെ വ്യക്തിയാണ് ഓം ബിർള. ഓം ബിർളയുടെ മണ്ഡലം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ അദ്ദേഹം 17ാമത്തെ ലോക്സഭയിൽ സ്പീക്കറായിരുന്ന സമയത്ത് നമ്മുടെ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏത്, കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ മക്കളെ കോട്ടയാണ് കേട്ടോ. രാജസ്ഥാനിലെ കോട്ടയിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് നമുക്കറിയാം, രാഹുൽ ഗാന്ധി അല്ലേ. നമ്മുടെ രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രാജ്യസഭയുടെ ലീഡറാണെങ്കിൽ JP നദ്ദ കേട്ടോ. JP നദ്ദയാണ് രാജ്യസഭയുടെ നേതാവ്. അത് നിങ്ങൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അതായത് ഈ JP നദ്ദ ഒരു യൂണിയൻ മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു യൂണിയൻ മിനിസ്റ്ററാണ് അല്ലേ. സോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മിനിസ്ട്രികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ആരോഗ്യം. മക്കളെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിക്കുക. മക്കളെ നടന്നാലേ ആരോഗ്യം കിട്ടൂ. നിങ്ങളിങ്ങനെ പഠിക്കുക, നടന്നാലേ ആരോഗ്യം കിട്ടൂ. ഓക്കെ, ആരോഗ്യം കിട്ടൂ എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. സോ ആരോഗ്യം എന്ന് പറയുന്ന മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത്, ഹെൽത്ത് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ JP നദ്ദയാണ്. എടാ നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നല്ല ക്ഷേമമുണ്ടായിരിക്കും. കുടുംബക്ഷേമം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബക്ഷേമം ഉണ്ടായിരിക്കും. സോ കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്നത് JP നദ്ദയാണ്. നമുക്ക് നല്ല കുടുംബക്ഷേമം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഗ്രാമങ്ങളെല്ലാം നല്ല രീതിയിൽ വികസിക്കുമെന്ന് ഓർത്തു. ഗ്രാമവികസനം ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ആരോഗ്യം JP നദ്ദയാണ്,
കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ അത് JP നദ്ദയാണ് കേട്ടോ. കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്നത് JP നദ്ദയാണ്. ഇനി രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡർ ആണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹത്തിൻ്റെ പേര് മല്ലികാർജുൻ ഖാർഗെ എന്നാണ്. ലോക്സഭയുടെ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ആണെങ്കിൽ നമ്മുടെ രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡർ ആണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ എന്നാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ ജ്ഞാനേഷ് കുമാർ. നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 3 മെമ്പേഴ്സാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർ കൂടി അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിൽ ജ്ഞാനേഷ് കുമാർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് ജ്ഞാനേഷ് കുമാർ. അദ്ദേഹം ഇന്ത്യയുടെ 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്. ഇന്ത്യയുടെ 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി മറ്റ് കമ്മീഷണേഴ്സ് ആണെങ്കിൽ ഒന്ന് വിവേക് ജോഷിയും കൂടാതെ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും. 2 പേരും ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പം വിവേക് ജോഷിയും അതുപോലെ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് നിലവിൽ മറ്റ് കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ ജ്ഞാനേഷ് കുമാർ സിംഗ് ആണ്. ഇനി നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് വി രാമസുബ്രഹ്മണ്യൻ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ്. അതായത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണെങ്കിൽ വി രാമസുബ്രഹ്മണ്യൻ. ഇനി നമ്മുടെ ഈ വിവരാവകാശ കമ്മീഷൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ ഹീരാലാൽ സമരിയ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഹീരാലാൽ സമരിയ എന്നാണ്. ഇനി നാഷണൽ വനിതാ കമ്മീഷൻ്റെ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആണെങ്കിൽ വിജയ് കിഷോർ രഹത്കർ. അവരുടെ പേര് വിജയ് കിഷോർ രഹത്കർ എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ നിലവിൽ പുതുതായിട്ടാണ് വന്നിരിക്കുന്നത്. മെയ് മാസമാണ് ഇദ്ദേഹത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അജയ് കുമാർ കേട്ടോ. അജയ് കുമാറാണ് നിലവിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ. ഇനി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അജിത് കുമാർ മൊഹന്തി. നമ്മുടെ അറ്റോമിക് എനർജി കേട്ടോ. അറ്റോമിക് എനർജി നിലവിൽ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ അജിത് കുമാർ മൊഹന്തിയാണ്. UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ വിനീത് ജോഷി. അദ്ദേഹത്തിൻ്റെ പേര് വിനീത് ജോഷിയാണ്. അഡീഷണൽ ചാർജ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. മക്കളെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ലോക്സഭയുടെ ഓപ്പോസിഷൻ ലീഡറാണെങ്കിൽ രാഹുൽ ഗാന്ധി, രാജ്യസഭയുടെ ലീഡറാണെങ്കിൽ JP നദ്ദ, കൂടാതെ രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡറാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ, ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ ജ്ഞാനേഷ് കുമാർ. അദ്ദേഹം 26ാമത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. മറ്റ് കമ്മീഷണേഴ്സ് ആണെങ്കിൽ വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. പിന്നീട് പറഞ്ഞ ആക്ടിംഗ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിൽ അത് വി രാമസുബ്രഹ്മണ്യൻ. നമ്മുടെ ഈ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ഹീരാലാൽ സമരിയ. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ നാഷണൽ വിമൻ കമ്മീഷൻ ആണെങ്കിൽ നമ്മുടെ ദേശീയ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണെങ്കിൽ വിജയ കിഷോർ രഹത്കർ ആണ് കേട്ടോ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അജയ് കുമാർ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അജിത് കുമാർ മൊഹന്തി. UGCയുടെ നിലവിലെ ചെയർമാൻ അഡീഷണൽ ചാർജായിട്ട് വിനീത് ജോഷിയാണ്. ഇനി മക്കളെ നമ്മുടെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ നിലവിലെ ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ അരവിന്ദ് പനഗരി കേട്ടോ. വളരെ PSC എപ്പോഴും നിരന്തരം ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കണ്ടന്റാണ്, റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു കണ്ടന്റാണ് നിലവിലെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരി. അദ്ദേഹത്തിൻ്റെ പേര് അരവിന്ദ് പനഗരിയ. ഇനി നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ, നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആണെങ്കിൽ സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇനി സെബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. ഈ സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ ആണെങ്കിൽ തുഹിൻ കാന്ത പാണ്ഡെ. അദ്ദേഹത്തിൻ്റെ പേര് തുഹിൻ കാന്ത പാണ്ഡെ എന്നാണ്. മക്കളെ ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണെങ്കിൽ നമ്മുടെ സാധാരണയായിട്ട് ഈ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഈ ഡ്രൈവറിൻ്റെ ക്യാബിന് തൊട്ട് പുറകിൽ ഒരു ചെറിയൊരു ക്യാബിനുണ്ട്, അതായത് TV വയ്ക്കുന്ന ഒരു ക്യാബിനുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, ക്യാബിനറ്റ് സെക്രട്ടറി ആണെങ്കിൽ TV സോമനാഥൻ, TV ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണെങ്കിൽ, നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആണെങ്കിൽ രാജേഷ് കുമാർ സിംഗ് കേട്ടോ. പഹൽഗാം ആക്രമണമൊക്കെ നടന്നു പോയത് കൊണ്ട് തന്നെ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട്
മെൻഷൻ ചെയ്തിരുന്ന ഒരു പേരാണ് രാജേഷ് കുമാർ സിംഗ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഒരുപക്ഷെ സാധ്യത കൂടുതൽ കാണുന്നത് ഡിഫൻസ് സെക്രട്ടറി ആര്, നിലവിൽ രാജേഷ് കുമാർ സിംഗ് ആണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണെങ്കിൽ അജിത് ഡോവൽ. കേട്ടോ, ഒന്നുകൂടെ പറയാം. 16ാമത്തെ ഫിനാൻസ് കമ്മീഷണർ ആണെങ്കിൽ അരവിന്ദ് പനഗരിയ. നിലവിലെ റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ, ആ ഡിജിറ്റ് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. 26ാമത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സെബിയുടെ ചെയർപേഴ്സൺ തുഹിൻ കാന്ത പാണ്ഡെ. ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ് ടി വി സോമനാഥൻ. ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ് രാജേഷ് കുമാർ സിംഗ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണെങ്കിൽ അജിത് ഡോവൽ. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ ഉത്പൽ കുമാർ സിംഗ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഉത്പൽ കുമാർ സിംഗ് എന്നാണ്. അറ്റോർണി ജനറൽ, നിലവിലെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ നിയമ ഉദ്യോഗസ്ഥനെയാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആർ വെങ്കിട്ടരമണി. കേട്ടോ, ആർ വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ ആണ് രണ്ടാമത്തെ നിയമ ഉദ്യോഗസ്ഥനാണെങ്കിൽ സോളിസിറ്റർ ജനറൽ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് തുഷാർ മേത്ത. കേട്ടോ, തുഷാർ മേത്ത. CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ K സഞ്ജയ് മൂർത്തി. കേട്ടോ, മറന്നു പോരുതേ. നമ്മുടെ ഇന്ത്യയുടെ ഈ അക്കൗണ്ടുകളുടെ കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കണ്ണും കാതും എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അക്കൗണ്ടുകളൊക്കെ പലപ്പോഴും ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിലവിൽ K സഞ്ജയ് മൂർത്തിയാണ്. ഇനി ഇവിടെ നോക്കിക്കേ, നിലവിലെ നമ്മുടെ ലോകായുക്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനിൽകുമാർ, നമ്മുടെ കേരളത്തിൽ ലോകായുക്ത അനിൽകുമാറാണ്. നാഷണൽ ലെവൽ ലോക്പാലാണല്ലേ. ലോക്പാലിൻ്റെ നിലവിലെ ചെയർമാൻ, അതൊരു ആൻറ്റി കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ബോഡിയാണ് ഈ ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 കേട്ടോ. ലോക്പാൽ നിലവിൽ വന്നിരിക്കുന്നത് 2014. ഇന്ത്യയിൽ ലോക്പാൽ നിലവിൽ വന്നിരിക്കുന്നത് 2014 കേട്ടോ. സോ നിലവിൽ ലോക്പാലിൻ്റെ ചെയർമാനാണെങ്കിൽ AM കാൻവിൽക്കർ. അദ്ദേഹത്തിൻ്റെ പേര് AM കാൻവിൽക്കർ ആണ്. ഇനി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണെങ്കിൽ മക്കളെ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. ഇനി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി, മക്കളെ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി. അദ്ദേഹത്തിൻ്റെ പേര് വിക്രം മിശ്രി. ഇനി ഇന്ത്യൻ ഹോം സെക്രട്ടറി ആണെങ്കിൽ ഗോവിന്ദ് മോഹൻ. ഇവിടെ അജയ് കുമാർ ഭല്ലയ്ക്ക് ശേഷമാണ് നിലവിൽ ഗോവിന്ദ് മോഹനെ ഇന്ത്യൻ ഹോം സെക്രട്ടറി ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെലകോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായ് എന്ന് പറയും. ട്രായിയുടെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ അനിൽ കുമാർ ലഹോട്ടി. അദ്ദേഹത്തിൻ്റെ പേര് അനിൽ കുമാർ ലഹോട്ടി എന്നാണ്. ഇനി നമ്മുടെ ISRO എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഇസ്രോയുടെ നിലവിലെ ചെയർമാൻ 11ാമത്തെ ചെയർമാനാണ്. ആ ഡിജിറ്റ് നിങ്ങൾ ഓർത്തു വയ്ക്കണം. 11ാമത്തെ ചെയർമാനാണ് V നാരായണൻ. അദ്ദേഹത്തിൻ്റെ സ്വദേശം കന്യാകുമാരിയാണ്. കന്യാകുമാരിയിലെ മാർത്താണ്ഡത്താണ് V നാരായണൻ്റെ സ്വദേശം. നമുക്കറിയാം ഇദ്ദേഹത്തിന് മുന്നേ S സോമനാഥ് ആയിരുന്നു. അദ്ദേഹം മലയാളിയായിട്ടുള്ള ഇസ്രോയുടെ 5ാമത്തെ ചെയർമാനാണ് S സോമനാഥ്. നിലവിൽ 11ാമത്തെ ചെയർമാൻ V നാരായണൻ. എങ്കിൽ ഇസ്രോയുടെ ആദ്യത്തെ ചെയർമാനാണെങ്കിൽ അത് നമുക്കറിയാം ആരാ? ഇസ്രോയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി അല്ലേ. വിക്രം സാരാഭായിയാണ്. അതിനുശേഷം രണ്ടാമത്തെ ഇസ്രോയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ MGK മേനോൻ. അദ്ദേഹം മലയാളിയാണ്. മലയാളിയായിട്ടുള്ള ഇസ്രോയുടെ ആദ്യത്തെ ചെയർമാനാണ് MGK മേനോൻ. ഇനി അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇനി രണ്ടാമത്തെ മലയാളിയായിട്ടുള്ള ഇസ്രോയുടെ ചെയർമാനായിരുന്നു K കസ്തൂരിരംഗൻ. കസ്തൂരിരംഗൻ റീസെൻ്റ്ലി ആണ് അന്തരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറയാനുണ്ട്. വേറൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം. G മാധവൻ നായർ. മൂന്നാമത്തെ മലയാളിയായിട്ടുള്ള ഇസ്രോയുടെ ചെയർമാനാണ് G മാധവൻ നായർ. 4 K രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പേര്. 4ാമത്തെ മലയാളിയായിട്ടുള്ള ഇസ്രോയുടെ ചെയർമാനാണ് K രാധാകൃഷ്ണൻ. 5ാമത്തെ മലയാളി ഇസ്രോയുടെ ചെയർമാനാണ് S സോമനാഥൻ. 10ാമത്തെ ഇസ്രോയുടെ ചെയർമാൻ. കൂടാതെ നിലവിൽ 11ാമത്തെ ചെയർമാനാണ് V നാരായണൻ. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC എന്ന് പറയും. ഇതിൻ്റെ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ നായരാണ്. ഉണ്ണികൃഷ്ണൻ നായർ. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയും. മക്കളെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ നിലവിലെ ചെയർമാനാണെങ്കിൽ ഡോക്ടർ സമീർ V കാമത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സമീർ V കാമത്ത്. നിങ്ങൾ ഈ DRDO ഏത് വർഷമാണ് രൂപീകൃതമായിരിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. DRDO എന്നാണ് രൂപീകൃതമായിരിക്കുന്നത്. നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻ്റ് ആണ്, കമൻറ്റ് ചെയ്യുക. ഇനി നീതി ആയോഗിൻ്റെ ചെയർമാൻ ഇവിടെ നോക്കിക്കേ. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആണെങ്കിൽ അത് പ്രധാനമന്ത്രിയായിരിക്കും.
നീതി ആയോഗിൻ്റെ ചെയർമാൻ അല്ല, ഇപ്പോഴും പ്രധാനമന്ത്രിയാണ്. എന്നാൽ വൈസ് ചെയർമാൻ ആണെങ്കിൽ, വൈസ് ചെയർപേഴ്സൺ ആണെങ്കിൽ സുമൻ ബെറിയാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കണ്ടന്റാണ് നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം, അദ്ദേഹത്തിൻ്റെ പേര് BVR സുബ്രഹ്മണ്യം. ഇനി നമ്മുടെ ഈ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണെങ്കിൽ KN ശാന്തകുമാർ കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് KN ശാന്തകുമാർ എന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ മാധവ് കൗശിക് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് മാധവ് കൗശിക്. നാഷണൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ്, നാഷണൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് ആണെങ്കിൽ V നാഗദാസ്, അദ്ദേഹത്തിൻ്റെ പേര് V നാഗദാസ്. അത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. VSSCയുടെ ചെയർമാൻ S ഉണ്ണികൃഷ്ണൻ നായർ. DRDOയുടെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ സമീർ V കാമത്ത്. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആണെങ്കിൽ സുമൻ ബെറി. അതുപോലെ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ BVR സുബ്രഹ്മണ്യം. PTIയുടെ അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ KN ശാന്തകുമാർ. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിക്. കേന്ദ്രത്തിൻ്റെയാണ് പറയുന്നത്, കേരളത്തിൻ്റെത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിക്കും. കൂടാതെ നമ്മുടെ നാഷണൽ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് ആണെങ്കിൽ V നാഗദാസ് ആണ്. ഇനി CVC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവ, അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. CVCയുടെ അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ മേധാവിയാണെങ്കിൽ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. റോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയും, ഒരു അന്വേഷണ ഏജൻസിയാണ്. അതിൻ്റെ നിലവിലെ ചെയർമാൻ രവി സിൻഹ, അദ്ദേഹത്തിൻ്റെ പേര് രവി സിൻഹ എന്നാണ്. ഇനി IB അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സ്പെല്ലിംഗ് പലപ്പോഴും PSC ചോദിക്കും. BUREA എന്ന് എഴുതുക. BUREA എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്യൂറോയുടെ സ്പെല്ലിങ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ കഴിയും. സോ നിലവിൽ ഇൻ്റലിജൻസ് എന്നാണ് കേട്ടോ. ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് ബ്യൂറോ ആണെങ്കിൽ IBയുടെ നിലവിലെ ഡയറക്ടർ ആണെങ്കിൽ തപൻ ദേക്ക, അദ്ദേഹത്തിൻ്റെ പേര് തപൻ ദേക്ക എന്നാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ NIA, നമുക്ക് പലപ്പോഴും കേരളത്തിലൊക്കെ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു സാധനം NIA കേരളത്തിൽ പലപ്പോഴും വരാറുണ്ട്. സോ NIA അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നിലവിലെ ഡയറക്ടർ ആണെങ്കിൽ സദാനന്ദ് ദാത്തെ. ഡേറ്റ് എടുത്തിട്ട് വേണം കേരളത്തിലോട്ട് വരേണ്ടത് എന്ന് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. സദാനന്ദ് ദാത്തെ കേട്ടോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ നിലവിലെ ഡയറക്ടർ ആണെങ്കിൽ സദാനന്ദ് ദാത്തെ എന്നാണ്. ഇനി NSG നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയും, ഇതിൻ്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ആണെങ്കിൽ B ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ പേര് B ശ്രീനിവാസൻ. ഇനി നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആണെങ്കിൽ പുതിയ ചെയർമാൻ ആണെങ്കിൽ സതീഷ് കുമാർ കേട്ടോ, നിലവിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആണെങ്കിൽ സതീഷ് കുമാർ. CVCയുടെ ചെയർമാൻ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. റോയിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ രവി സിൻഹ. IBയുടെ നിലവിലെ ഡയറക്ടർ തപൻ ദേക്ക. NIAയുടെ നിലവിലെ ഡയറക്ടർ സദാനന്ദ് ദാത്തെ. NSGയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ B ശ്രീനിവാസൻ. കൂടാതെ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ സതീഷ് കുമാറാണ്. ക്ലിയർ. ഇനി നമ്മുടെ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണെങ്കിൽ രവി അഗർവാൾ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയില്ല, കാര്യം എന്താ, ഈ ഡയറക്റ്റ് ടാക്സസിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെയും നിലവിലെ ചെയർമാൻ ഒരു അഗർവാളാണ്. ഓപ്ഷനിൽ അഗർവാൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സിലൂടെ എത്താൻ കഴിയും. ഒന്ന് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് രവി അഗർവാളാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ നിലവിലെ ചെയർമാൻ ആണെങ്കിൽ സഞ്ജയ് കുമാർ അഗർവാൾ, അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് കുമാർ അഗർവാൾ എന്നാണ്. ഇനി നമ്മുടെ ആർമിയുടെ ചീഫാണെങ്കിൽ ഉപേന്ദ്ര ദ്വിവേദി, അദ്ദേഹത്തിൻ്റെ പേര് ഉപേന്ദ്ര ദ്വിവേദി എന്നാണ്. ഒരു വൈസ് ചീഫ് കൂടിയുണ്ട്, ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജാ സുബ്രഹ്മണി, അദ്ദേഹത്തിൻ്റെ പേര് ലഫ്റ്റനൻറ്റ് ജനറൽ NS രാജാ സുബ്രഹ്മണി. ഇനി നമ്മുടെ നേവിയുടെ മേധാവിയാണെങ്കിൽ ദിനേഷ് കുമാർ ത്രിപാഠി, DK ത്രിപാഠി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഈ നേവിയുടെ വൈസ് ചീഫ് ആണെങ്കിൽ കൃഷ്ണ സ്വാമിനാഥൻ, അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ സ്വാമിനാഥൻ എന്നാണ്. ഇനി നമ്മുടെ എയർഫോഴ്സിൻ്റെ നിലവിലെ മേധാവിയാണെങ്കിൽ അമർപ്രീത് സിംഗ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ പേര് അമർപ്രീത് സിംഗ്. ഇനി നമ്മുടെ ഈ CDC അല്ലെങ്കിൽ കമ്പൈൻഡ് ഡിഫൈൻസ് സ്റ്റാഫ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയിൻറ്റ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓഫ് ഇന്ത്യ, അതായത് കമ്പൈൻ CDC എന്ന് പറഞ്ഞാൽ ഇത് വെട്ടുവാണ്, ഇങ്ങനെയാണ് പറയുന്നത്, CDC എന്ന് പറയും. CDC അല്ലെങ്കിൽ കമ്പൈൻഡ് ഡിഫൈൻഡ് സ്റ്റാഫ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDSൻ്റെ നിലവിലെ മേധാവിയാണെങ്കിൽ അനിൽ ചൗഹാൻ, അദ്ദേഹത്തിൻ്റെ പേര് അനിൽ ചൗഹാൻ. നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, കാര്യം പഹൽഗാം ആക്രമണത്തെ തുടർന്നൊക്കെ സ്ഥിരം നമ്മൾ പത്രവാർത്തകളിൽ കാണുന്നൊരു പേരാണ് അനിൽ ചൗഹാൻ. കാര്യം ഈ പഹൽഗാമിലെ ആക്രമണത്തിന് മറുപടിയായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ഓപ്പറേഷനാണ്
ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ നാവികസേനയും വ്യോമസേനയും കരസേനയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ്, അതായത് CDS ആണ് അവിടെ ഈ ദൗത്യം നിർവഹിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ CDSൻ്റെ നിലവിലെ മേധാവിയാണെങ്കിൽ അനിൽ ചൗഹാനാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യ മെൻസ് സീനിയർ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാണെങ്കിൽ നമ്മുടെ ഗൗതം ഗംഭീർ ആണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് ഗൗതം ഗംഭീർ. ഇവിടെ നാഷണൽ വിമൻസ് ക്രിക്കറ്റ് ടീം കോച്ചാണെങ്കിൽ, വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചാണെങ്കിൽ അമോൽ മജൂംദാർ, അദ്ദേഹത്തിൻ്റെ പേര് അമോൽ മജൂംദാർ. ഇനി ജൂനിയർ ഹോക്കി ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാണെങ്കിൽ PR ശ്രീജേഷ്. നമുക്കറിയാം PR ശ്രീജേഷ് ആകെ മൊത്തം 4 ഒളിമ്പിക്സുകളിലാണ് പങ്കെടുത്തിരിക്കുന്നത്. അതിൽ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയിട്ടുണ്ട്. ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും അതുപോലെ തന്നെ പാരീസ് ഒളിമ്പിക്സിലും. ടീം ഇവൻ്റാണ്. ഈ 2 ഇവൻറ്റുകളിലും അല്ലെങ്കിൽ 2 ഒളിമ്പിക്സുകളിൽ ഇന്ത്യൻ ടീം ഇവിടെ ബ്രോൺസ് ആണ് നേടിയിരിക്കുന്നത്. സോ 2 ഒളിമ്പിക്സുകളിൽ ബ്രോൺസ് നേടിയിട്ടുള്ള താരം കൂടിയാണ് PR ശ്രീജേഷ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നിലവിലെ കോച്ചാണെങ്കിൽ ഡേവിഡ് കറ്റാല, അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് കറ്റാല എന്നാണ്. ക്ലിയർ? അപ്പോൾ മക്കളെ, ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സുകൾ പറഞ്ഞു, കേരള റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സുകൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളതാണെങ്കിൽ ന്യൂ ചീഫ് മിനിസ്റ്റേഴ്സാണ്. നമ്മുടെ ഇന്ത്യയിലെ പുതിയ ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേരുകളാണ്. ഒന്ന്, രാജസ്ഥാൻ്റെ നിലവിലെ ചീഫ് മിനിസ്റ്ററാണ്, പുതിയ ചീഫ് മിനിസ്റ്ററാണ്. നിങ്ങൾ നോക്കേണ്ടത് കഴിഞ്ഞ PSC എക്സാമിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. മക്കളെ, ഈ 28 സ്റ്റേറ്റുകളിലെയും CMൻ്റെ പേരുകൾ അതേ കണക്ക് നിങ്ങൾ പഠിക്കാൻ നിൽക്കേണ്ട കാര്യം. ഇതുവരെ ചോദിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അടുത്തിടെ 2023, 24, 25 ഈ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ നിയമസഭാ ഇലക്ഷൻസുകൾ നടന്നിട്ടുണ്ടോ, ആ സ്റ്റേറ്റുകളിൽ വന്നിട്ടുള്ള പുതിയ CMകളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും ഒടുവിൽ PSC നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ഛത്തീസ്ഗഡിൻ്റെ CM ചോദിച്ചത്. അന്നത്തെ എക്സാമിന് ഒരു 3 മാസത്തിന് മുന്നെയാണ് ഛത്തീസ്ഗഡിൽ ഒരു നിയമസഭ ഇലക്ഷൻ നടക്കുകയും കൂടാതെ ഛത്തീസ്ഗഡിൻ്റെ CM ആയിട്ട് വിഷ്ണു ദിയോ സായിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം CM ആയിരിക്കുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജി വേണം നിങ്ങൾ പിടിക്കാനുള്ളത്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലായി. നമ്മളൊരു ചോദ്യം നമ്മുടെ എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ പാറ്റേണിലായിരിക്കണം നമ്മുടെ പഠനവും നമ്മൾ കൊണ്ടുപോകേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്ത് നമ്മുടെ കണ്ടൻറ്റുകളൊന്നും ഒരു ലിമിറ്റും ഇല്ലാതെ നമ്മളിങ്ങനെ പഠിച്ചു പോകും. പക്ഷേ എക്സാമിന് വരുന്ന സമയത്ത് വേണ്ട രീതിയിൽ റിവിഷൻസ് എത്താതെ നമ്മളവിടെ നമ്മൾ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ എക്സാമിന് നമ്മൾ സ്റ്റക്കായിട്ട് നിന്ന് പോകും. അപ്പോൾ സ്ട്രാറ്റജി മനസ്സിലാക്കുക. ഒരു റീസൺലി 2023, 24, 25കളിൽ നിയമസഭാ ഇലക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകളിലെ CMൻ്റെ പേരുകൾ പഠിക്കുക. ഒന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാൻ ആരാണ്? ഭജൻ ലാൽ ശർമ്മയാണ്. രാജസ്ഥാനിൽ ഭജൻ ലാൽ ശർമ്മയാണ്. മിസോറാം ലാൽഡ് ഹോമ. നമുക്കറിയാം മോഹൻലാൽ കുറേ നാൾ സിനിമയിലൊന്നും വന്നില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് ഓർക്കുക. അപ്പോൾ മിസോറാം ലാൽഡ് ഹോമ. മധ്യപ്രദേശ് മോഹൻ യാദവ്. എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 സ്റ്റേറ്റുകളാണ്. കാര്യം അത് തിരിഞ്ഞു പോകുന്ന സ്റ്റേറ്റുകളാകുന്നത് കൊണ്ടാണ് അവിടെ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. മധ്യപ്രദേശ് ആണെങ്കിൽ മോഹൻ യാദവും, മഹാരാഷ്ട്രയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസും. ഓക്കെ, മധ്യപ്രദേശ് മോഹൻ യാദവും കൂടാതെ മഹാരാഷ്ട്രയാണെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസ്. മക്കളെ, ഛത്തീസ്ഗഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഛത്തീസ്ഗഡ് ഓൾറെഡി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചതാണ് വിഷ്ണു ദിയോ സായി അല്ലെങ്കിൽ ദേവ് സായി. തെലങ്കാന രേവന്ത് റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ പേര് രേവന്ത് റെഡ്ഡിയാണ്. കർണാടകയാണെങ്കിൽ സിദ്ധരാമയ്യ കേട്ടോ, കർണാടകയുടെ നിലവിലെ CM സിദ്ധരാമയ്യ. ഒഡീഷയാണെങ്കിൽ മോഹൻ ചരൺ മാഞ്ചി കേട്ടോ, മോഹൻ ചരൺ മാഞ്ചിയാണ് നിലവിലെ ഒഡീഷയുടെ CM എന്ന് പറയുന്നത്. ആരാ ജിതിൻ റാം മാഞ്ചി? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ജിതിൻ റാം മാഞ്ചി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഒരു പക്ഷേ ജിതിൻ റാം മാഞ്ചിയും മോഹൻ ചരൺ മാഞ്ചിയും ഒരു ക്വസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൻ്റെ നിലവിലെ CM ആണെങ്കിൽ പെമാ ഖണ്ഡു. അരുണാചൽ പ്രദേശിൻ്റെ നിലവിലെ CMൻ്റെ പേര് പെമാ ഖണ്ഡു. സൂര്യനെ ആദ്യം കാണുന്നത് അരുണാചൽ പ്രദേശിലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പെറ കണ്ടു, സൂര്യനെ കണ്ടു എന്ന് പഠിക്കുക. അരുണാചൽ പ്രദേശ് പെമാ ഖണ്ഡു. ഇനി ജമ്മു കാശ്മീരിൻ്റെ നിലവിലെ CMൻ്റെ പേരാണെങ്കിൽ ഒമർ അബ്ദുള്ള. മക്കളെ, സീരിയസ് ആയിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. കാര്യം നിലവിൽ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സാഹചര്യമൊക്കെ നടന്നു പോയപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ സ്ഥിരമായിട്ടും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഒമർ അബ്ദുള്ള. നിലവിൽ അദ്ദേഹം ജമ്മു കാശ്മീരിൻ്റെ CM ആണ്. ജമ്മു കാശ്മീരിൻ്റെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ കേട്ടോ. മനോജ് സിൻഹയാണ് നിലവിലെ
ഈ ഒരു ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണർ. എങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ലഡാക്കിൻ്റെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആണെങ്കിൽ ബി ഡി മിശ്ര. അദ്ദേഹത്തിൻ്റെ പേര് ബി ഡി മിശ്ര എന്നാണ്. ബി ഡി മിശ്രയാണ് ഈ ലഡാക്കിൻ്റെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ. ക്ലിയർ ആണല്ലോ. ഇനി ഡൽഹിയുടെ നിലവിലെ സി എം ആണെങ്കിൽ രേഖ ഗുപ്ത. ഡൽഹിയുടെ നിലവിലെ സി എം ആണെങ്കിൽ രേഖ ഗുപ്ത എന്നാണ്. രേഖ ഗുപ്ത നിങ്ങളിവിടെ ഓർക്കേണ്ടത്. ഇവർ ഡൽഹിയുടെ 4ാമത്തെ വിമണായിട്ടുള്ള അല്ലെങ്കിൽ വനിതയായിട്ടുള്ള സി എം ആയിരുന്നു. ആദ്യത്തേതാണെങ്കിൽ നമുക്കറിയാം സുഷമ സ്വരാജ് അല്ലേ. സുഷമ സ്വരാജ് ആയിരുന്നു ആദ്യത്തെ ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രി. രണ്ടാമത്തേതാണെങ്കിൽ ഷീലാ ദീക്ഷിത് അല്ലേ. ഷീലാ ദീക്ഷിത് ആയിരുന്നു രണ്ടാമത്തേത്. മൂന്നാമത്തേതാണെങ്കിൽ അതിഷി മെർലേന, അവരുടെ പേര് അതിഷി മെർലേന. 4ാമത്തെ ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയാണെങ്കിൽ നിലവിൽ രേഖ ഗുപ്ത. ഈ ഡൽഹിയുടെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആണെങ്കിൽ വിനയ് കുമാർ സക്സേന. ഓക്കെ, സക്സേനയാണ് നിലവിലെ ഡൽഹിയുടെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ. മക്കളെ, പുതുച്ചേരിയുടെ നിലവിലെ സി എം ആണെങ്കിൽ അവിടെ സി എം ഉണ്ട്, എൻ രംഗസ്വാമി കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് എൻ രംഗസ്വാമി എന്നാണ്. ഇവിടെ നോക്കിക്കേ, ഈ പുതുച്ചേരിയുടെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആണെങ്കിൽ കൈലാഷ് നാഥ്. ഓക്കെ, കൈലാഷ് നാഥ്, അദ്ദേഹത്തിൻ്റെ പേര് കൈലാഷ് നാഥ് എന്നാണ്. കാര്യം അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം മലയാളിയായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ PSC ചോദിക്കും പുതുച്ചേരിയുടെ നിലവിലെ ലഫ്റ്റനൻറ്റ് ഗവർണറിൻ്റെ പേരാണ് കൈലാഷ് നാഥ്. ഹരിയാനയുടെ നിലവിലെ സി എം ആണെങ്കിൽ നയാബ് സിംഗ് സൈനി കേട്ടോ. നയാബ് സിംഗ് സൈനി. ഇതിനിടയിൽ മക്കളെ, ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കണ്ടന്റുകൾ ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. സോ ഇവിടെ നിങ്ങൾക്കറിയാവുന്ന കണ്ടന്റുകൾ കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കൂടി അത് വളരെ ഉപകാരപ്രദമാകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം മക്കളെ. നിങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ കണ്ടന്റുകൾ എത്തിക്കുക എന്നതാണ് ഞാനിവിടെ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അതെനിക്കൊരു ഊർജ്ജമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് അറിയുമ്പോഴേ എനിക്ക് ക്ലാസ്സുകൾ ചെയ്യുവാനും കൂടുതൽ കണ്ടന്റുകൾ നിങ്ങളിലോട്ട് എത്തിക്കുവാനും അതിനുള്ളൊരു ഊർജ്ജം കിട്ടുന്ന നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ ലൈക്കുകളും സപ്പോർട്ടുകളും തന്നെയാണ്. സോ കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി നിങ്ങളിത് മാക്സിമം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ എനിക്കൊരു ചാനൽ കൂടിയുണ്ട്, JK ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ തരുന്ന ഏതൊരു ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നോട്ടുകൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. സോ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വരും ക്ലാസ്സുകളിൽ പുതിയ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ് ഇവിടെ ഇന്നത്തെ സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.